الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. സത്യവിശ്വാസികളെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിച്ച് തഖ്വ പുലർത്തി വിശ്വാസം നിലനിർത്തി ജീവിച്ചു മരിക്കുവാൻ അതിനായിരിക്കണം നമ്മുടെ ശ്രമം. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതോടൊപ്പം അല്ലാഹുവിൽ എല്ലാ നിലക്കും ഫലമേൽപ്പിക്കുകയും അവന് എല്ലാ പ്രതീക്ഷ അർപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് വിചാരിച്ച് ഒരു വിശ്വാസി കാര്യങ്ങളൊക്കെ വിധിച്ച പോലെ വരും, അതൊക്കെ പടച്ചവന്റെ വിധിയാണ് എന്ന് വിചാരിച്ചിരിക്കാൻ അതും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നമ്മൾ പരമാവധി പ്രവർത്തിക്കുകയും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നമ്മെ കൊണ്ടാകുന്നതെല്ലാം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യം അല്ലാഹുവിൽ ഏൽപ്പിക്കുകയും അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലൊക്കെ പറഞ്ഞത് ഒട്ടകത്തെ കെട്ടിയിട്ടതിന് ശേഷം നിങ്ങൾ ഭരമേൽപ്പിക്കുക. ഒട്ടകത്തായിട്ട് അഴിച്ചു വിട്ടിട്ട് ഞാൻ പടച്ചോനെ തവക്കുലാക്കിയിട്ടുണ്ട് എന്റെ ഒട്ടകത്തെ നോക്കാൻ എന്ന രൂപത്തിലാകരുത്. ആ ഒട്ടകത്തെ കെട്ടിയിട്ടതിന് ശേഷം പിന്നെ അതിൽ വരുന്ന വല്ല ആപത്തുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പടച്ചോനെ ഏൽപ്പിക്കുക എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ അതിന് നല്ലൊരു മാതൃകയാണ്. ഹിജ്റയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്ര ഉണ്ടല്ല, അത് വല്ലാത്തൊരു ഗുണപാഠം നമുക്ക് നൽകുന്നുണ്ട്. ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. റസൂലിന്റെ ആരെങ്കിലും അല്ലെങ്കിൽ സഹാബത്തിനെ എല്ലാവരും കൂടി ആട്ടി ഓടിച്ചപ്പോ തല്ലി ഓടിച്ചപ്പോ ഓടിപ്പോയതല്ലല്ലോ. അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു ഒളിച്ചോടി ഒരു ദിവസം എല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ച് എല്ലാവരും കൂടി പോയതല്ല. വളരെ ആസൂത്രിതമായ രൂപത്തിലുള്ള നീക്കങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം പ്രതികൂലമായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അബൂ താലിബിന്റെ മരണവും ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണവും. അങ്ങനെ ശത്രുക്കളുടെ കാഠിന്യം കൂടി വരികയും ത്വായിഫിലേക്കുള്ള ഒരു ഹിജ്റ പോവുകയും അവിടെ നിന്നും യാതൊരു രക്ഷയുമില്ലാതെ തിരിച്ചു വരികയൊക്കെ ചെയ്ത സന്ദർഭം. അങ്ങനെ എല്ലാ പഴുതുകളും അടഞ്ഞ്
ഒരു വഴിയുമില്ലാതെയായ ആ സന്ദർഭത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ഒരു ഹിജ്റയെ പറ്റി ചിന്തിക്കുന്നത്. ആ ഹിജ്റയെ പറ്റി ചിന്തിക്കുന്നത് മാത്രമല്ല, അതിനു വേണ്ടിയുള്ള എല്ലാ കൃത്യമായ ആസൂത്രണങ്ങളും ചെയ്യുന്നു. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ പ്ലാനിങ് എന്നുള്ളത്. എത്രമാത്രം റസൂൽ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ആ ചരിത്രം ഇങ്ങനെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇങ്ങനെ ചന്തകളിലും അല്ലെങ്കിൽ ഹജ്ജിന്റെ സീസൺ മുശ്രിക്കുകളാണെങ്കിലും ഹജ്ജ് ചെയ്യലുണ്ടല്ലോ, അവിടെയൊക്കെ ചെന്നിട്ട് ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. അത് ഈ അവസാനം ഈ പ്രശ്നങ്ങളുള്ള സമയത്ത് റസൂലെ നടത്തിയത്. അങ്ങനെയാണ് യസ്രീബിലുള്ള, അന്ന് മദീന എന്നുള്ള പേരില്ല, റസൂലിന്റെ ഹിജ്റ പോയപ്പോഴാണ് മദീനത്തു റസൂൽ എന്നുള്ള പേരിൽ ആ പ്രദേശം അറിയപ്പെട്ടത്. അതിനു മുമ്പ് യസ്രീബ് എന്നാണ് പേര്. യസ്രീബിലുള്ള കുറച്ച് ആൾക്കാർ വരികയും അവരോട് റസൂൽ ഇങ്ങനെ ദീനിന്റെ കാര്യം പറഞ്ഞെടുത്ത് അവരുടെ മനസ്സിലേക്ക് ഈ വിശ്വാസം കടന്നു. പിന്നീട് അടുത്ത വർഷം, അതായത് ഹിജ്റ പോകുന്നതിന് 2 വർഷം മുമ്പ് ഒരു 10-12 ആളുകളെ റസൂൽ വിളിച്ചു കൂട്ടുകയാണ്. യസ്രിബ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള 10-12 ആളുകളെ അള്ളാഹുവിന്റെ റസൂൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുമായി ചെറിയൊരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ ആസൂത്രണം. ഹിജ്റ പോകുന്നതിന്റെ 2 വർഷം മുമ്പാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവരോട് കാര്യങ്ങളൊക്കെ പറയുകയും എന്നിട്ട് ആ 12 ആളുകൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവരുടെ കൂടെ ഏറ്റവും നല്ലൊരു പേഴ്സണാലിറ്റിയെ തന്നെ അവരുടെ കൂടെ പറഞ്ഞയക്കുന്നുണ്ട്. മിസ്അബ് ഇബ്നു ഉമൈർ, ആളുകൾക്ക് കണ്ടാൽ തന്നെ നല്ല ചന്തം തോന്നുന്ന മനുഷ്യൻ, അത്ര എല്ലാ നിലക്കുള്ള വ്യക്തിത്വമുള്ള ആ ഒരു മനുഷ്യനെ തന്നെ തെരഞ്ഞെടുത്ത് മദീനയിലേക്ക് പറഞ്ഞേക്കാം ഈ ആൾക്കാരെ കൂടെ. അവർ പറഞ്ഞയച്ചിട്ട് മിസ്അബ് ഇബ്നു ഉമൈറിനുള്ള ഉത്തരവാദിത്തമോടെ ഏൽപ്പിച്ചു. മദീനയിൽ ചെന്ന്, അതായത് യസ്രിബിൽ ചെന്ന് ഓരോ വീട്ടിലും കയറി ഇറങ്ങി ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മിസ്അബിനെ ഏൽപ്പിക്കാൻ. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ മതം അവിടേക്ക് പരിചിതമാകണം. ഒരു ഇറക്കുമതി ചെയ്യപ്പെട്ട മതമായി മദീനക്കാർക്ക് യസ്രിബുകാർക്ക് തോന്നരുത്. അപ്പൊ ഒരു അപരിചിതത്വവും തോന്നാത്ത രൂപത്തിൽ അവർക്കിടയിൽ പരിചിതമായ രൂപത്തിൽ ഈ മതത്തെ എല്ലാ നിലക്കും പരിചയപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമാണ് മിസ്അബ് ഇബ്നു ഉമൈറിനെ ഏൽപ്പിച്ചത്. അടുത്ത വർഷം, ഹിജ്റയുടെ തൊട്ട് മുമ്പത്തെ വർഷം, ആ മദീനയിൽ നിന്ന് മിസ്അബ് ഇബ്നു ഉമൈർ തിരിച്ചു വരികയാണ്. ഹജ്ജിന്റെ സീസണിൽ 100ഓളം ആളുകളുമായി മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. മക്കയിലേക്ക് തിരിച്ചു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രബോധനം കേൾക്കുകയും ഈ 100ഓളം ആളുകൾ അവരൊക്കെ വിശ്വാസികളാവുകയും എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അഖബ എന്ന് പറയുന്ന അവിടെ വെച്ച് ഒരു ഉടമ്പടി ചെയ്യുകയും ചെയ്തു. അതിനു മുമ്പ് ചെയ്തത് അഖബത്തുൽ ഊല, 1ാം അഖബ ഉടമ്പടി എന്നും ഈ വന്ന 100ഓളം ആളുകളെ അവരുമായി നടത്തിയ ആ കരാറിൽ അതിനെ 2ാം അഖബ ഉടമ്പടി എന്നൊക്കെ പറയുന്നുണ്ട്. അതില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ആ മദീന എന്ന് പറയുന്ന യസ്രിബ് എന്ന് പറയുന്ന സ്ഥലം അതിന് മണ്ണൊരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇവരിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കുക. അവരതിനുള്ള എല്ലാ വാഗ്ദാനവും ചെയ്യുന്നു, റസൂലിനെ സംരക്ഷിക്കാം, അതേപോലെ തന്നെ വിശ്വാസികൾക്ക് അവിടെ എല്ലാ നിലക്കുള്ള കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാം എന്നുള്ള എല്ലാ നിലക്കുള്ള ഉത്തരവാദിത്വവും ഈ 100ഓളം വരുന്ന ആളുകൾ ഏറ്റെടുക്കുകയും എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകാനുള്ള അനുമതി നൽകുകയും ചെയ്യാണ്. അപ്പൊ റസൂൽ അത്രയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടാണ്. ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോയതായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ നമ്മൾ ആലോചിച്ചാൽ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് ആളുകളോട് ഹിജ്റ പോകാൻ പറഞ്ഞു. ഹിജ്റ പോകാൻ പറഞ്ഞത് തന്നെ നോക്കൂ, എല്ലാവരും കൂടെ ഒറ്റ ഹിജ്റ ഒരു ദിവസം ഒന്നിച്ച് പോകാൻ വേണ്ടി പറയുന്നില്ല. ഇവിടെയുള്ള ശത്രുക്കൾ അറിയാത്ത രൂപത്തിൽ ഒറ്റയായി, ചിലപ്പോൾ ഒരു കുടുംബമായി 2-3 ആളുകളായി അങ്ങനെ ഹിജ്റ പോകാൻ വേണ്ടിയിട്ടാണ് റസൂൽ പറയുന്നത്. അതൊക്കെ കൃത്യമായ പ്ലാനിങ് ആണ്. ആ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു പോകുന്നില്ല, അലി റളിയല്ലാഹു പോകുന്നില്ല, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സുബൈർ ഇബ്നുൽ അവ്വാം, ത്വൽഹ പോലുള്ള പ്രമുഖരായ സഹാബികളൊക്കെ ഇങ്ങനെ ഹിജ്റ പോകുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ? റസൂൽ പറഞ്ഞു, ഇല്ല, സമയമായിട്ടില്ല. ഇല്ല, സമയമായിട്ടില്ല എന്ന് മാത്രം പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു നിർത്തുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത മറ്റൊരലിയായി അലി റളിയല്ലാഹു പോകാൻ അനുമതി നൽകുന്നില്ല. അതിന് പിന്നിലൊക്കെ കൃത്യമായ ആസൂത്രണങ്ങൾ ഉണ്ടായിരുന്നു.
എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ ഒറ്റയും തെറ്റയുമായി ആളുകൾ അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടുന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ പോകാൻ തുടങ്ങിയാൽ മുഹമ്മദ് കൂടി അവരെ അടുത്തേക്ക് എത്തിയാൽ അവിടെ അവർ വലിയൊരു വിജയം കാഴ്ചവെക്കുകയും ഈ പുതിയ മതം അവിടെ വളരുകയും ചെയ്യുമെന്ന് ശത്രുക്കൾ കണക്ക് കൂട്ടുന്നത് കുറെ ആൾക്കാർ പോയി കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴാണ് അവർ പ്ലാൻ ഇടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദിനെ കൊല്ലണം എന്നുള്ളത്. സൂറത്ത് അംഫാലിന്റെ ഒരു ആയത്തിൽ ആ കാര്യം, സൂറത്ത് ഇസ്രായിൽ വന്നിട്ടുള്ള കാര്യം പറഞ്ഞത് അതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഇവിടെയും പറയുന്നത്. വൈദ് യംകുറു ബിക്കല്ലദീന കഫറു, നിഷേധികളായ ആളുകൾ നിന്നെപ്പറ്റി തന്ത്രം മെനയുകയാണ്, ഗൂഢതന്ത്രങ്ങൾ ഇതാ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു നിന്നെപ്പറ്റി ആളുകൾ. എന്നിട്ട് ലിയുസ്ബിതൂക, അവർ പ്ലാൻ ഇടുന്നത് നിന്നെ അവിടെ തടഞ്ഞു വെക്കണമെന്നാണ്. ഇതിനെപ്പറ്റി തഫ്സീറുകളിലൊക്കെ വിശദമായി ചർച്ച നടത്തിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനവുമായി മുന്നോട്ട് പോകാതിരിക്കാൻ റസൂലിനെ തടയാനുള്ള മാർഗം എന്തുണ്ട് എന്നുള്ളത് ദാറുൽ നദ്വ എന്ന് പറയുന്ന മുശ്രിക്കുകൾ ഒരുമിച്ച് കൂടുന്ന ആ വീട്ടിൽ എല്ലാ പ്രമുഖരായ ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് പ്ലാൻ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? മുഹമ്മദിനെ നമ്മൾ തടഞ്ഞു വെക്കാം. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, തടഞ്ഞു വെച്ചാൽ അനുയായികളായ ആളുകൾ ഉണ്ടല്ല, അവരെന്തായാലും ശരി മതത്തെ വളർത്തിക്കൊണ്ടിരിക്കും, അത് നമുക്ക് ഉപകാരപ്പെടില്ല. അപ്പോഴാണ് ഇവരെ നാട് കടത്താം എന്നുള്ള ചില ആളുകൾ പ്ലാൻ പറയുന്നത്. അപ്പോഴും അതിന് ചില ആളുകൾ മറുപടി പറയും, നാട് കടത്തിയാൽ ആ നാട്ടിൽ ചെന്ന് മുഹമ്മദ് വീണ്ടും ഇത് പ്രചരിപ്പിക്കുന്ന അവസ്ഥ വരും. അപ്പോഴാണ് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചിന്ത വരുന്നത്, അവരെ നമുക്ക് കൊല്ലാം. അതൊരു ഗോത്ര കലഹമാകാതിരിക്കാൻ, അതായത് ഹാഷിം കുടുംബത്തിലെ മുഹമ്മദിനെ കൊന്നാൽ ആ ഗോത്രം അതിന് പകരം ചോദിക്കാതിരിക്കാൻ എല്ലാ കുടുംബത്തിൽ നിന്നുമുള്ള യുവാക്കൾ ആയുധവുമായി റെഡിയായി വരണം. എന്നിട്ട് മുഹമ്മദിന്റെ വീട് വളഞ്ഞ് അവനെ വകവരുത്തണം. അപ്പൊ ആർക്കും പകരം ചോദിക്കാനില്ലാത്ത രൂപത്തിൽ എല്ലാവരും അതിന് പങ്കാളികളാകണം എന്നുള്ള അബൂജഹലിന്റെ പ്ലാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, നിന്നെ തടഞ്ഞു വെക്കാനെന്ന് പ്ലാൻ ഇടുന്നു, നിന്നെ ഇവിടുത്തെ പുറത്താക്കണമെന്ന് പ്ലാൻ ഇടുന്നു, നിന്നെ കൊല്ലണമെന്ന് പ്ലാൻ ഇടുന്നു. വയം കുറൂന, ഇങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ, ഗൂഢതന്ത്രങ്ങൾ അവർ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വയം കുറുവ, അതിനൊക്കെ അപ്പുറം അള്ളാഹു തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹുവാണ് തന്ത്രം മെനയുന്ന കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അള്ളാഹുവിന്റെ തന്ത്രത്തെ അതിജയിക്കുവാൻ ഇവരുടെ തന്ത്രത്തിനാവുകയില്ല എന്ന് അള്ളാഹ് പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? അവിടെ പിടിച്ചു വെച്ച അലി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലേ, ഇസ്ര പോകരുത് എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ശത്രുക്കൾ വീട് വളഞ്ഞ വിവരം റസൂൽ അതിന്റെ ഉടനത്തിൽ അതാ ചെയ്യുന്നത്. റസൂൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് റസൂലിന്റെ പുറത്തും തിരുപ്പൊക്കെ അതേ സ്ഥാനത്ത്, അതേ ആകാരത്തിലുള്ള, അതേ വലിപ്പത്തിലുള്ള അലി റളിയല്ലാഹു അൻഹുവിനെ അവിടെ കിടത്തിയിട്ട് അവിടെ നിന്ന് ആ ഒരു രാത്രി അവിടെ നിന്ന് കഴിച്ചിലാവുന്നു. ശത്രുക്കൾ വളഞ്ഞ് പ്രവാചകനെ കൊല്ലാൻ കാത്തിരിക്കുന്ന രാത്രിയാണ്. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവിടെയാണ് തവക്കുലിന്റെ ഒരു ഭാഗം കടന്നു വരുന്നത്. എല്ലാം ചെയ്യാനുള്ള എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആസൂത്രണം ചെയ്ത് പിന്നീട് അവിടെ അള്ളാഹു ഫലമേൽപ്പിക്കുകയും ഒരു പിടി മണ്ണ് വാരിട്ടുന്നതാണ്. സാധാരണഗതിയിൽ ഒരു പിടി മണ്ണ് വാരിട്ട് എല്ലാവരും കണ്ണിൽ എത്തുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ സഹായം അവിടെ ഉണ്ടാവുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരറിയാതെ തന്നെ അതിനിടയിലൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവർ നോക്കുമ്പോൾ ആളവിടെ കിടക്കുന്നുണ്ട്, പ്രവാചകൻ മുഹമ്മദ് അവിടെ ഉണ്ട് എന്നുള്ള ധാരണയിൽ അവര് പ്രവാചകന് പോകാനുള്ള അത്രയും സമയം അവർ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവിടെ തന്നെ. പിന്നെ നേരെ അലി റളിയല്ലാഹു അൻഹു പുറത്ത് എണീറ്റ് വന്നപ്പോഴാണ് ചതിക്കപ്പെട്ട വിവരം, അല്ലെങ്കിൽ അവർ ഇങ്ങനെ ആയ വിവരം അവർ അറിയുന്നത്. മുഹമ്മദ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാക്കുന്നത്. ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് അവിടെയും കാണാതിരുന്നപ്പോഴാണ് പിന്നീട് അവിടെ വെച്ച് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് അബൂജഹൽ വിറളി കൊണ്ടുകൊണ്ട് ശത്രുക്കൾ മുഴുവനും പ്രവാചകൻ മുഹമ്മദിനെ പിടിക്കാൻ വേണ്ടി ആളാക്കുന്നതൊക്കെ. അപ്പൊ ആ സംഭവങ്ങളൊക്കെ അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ അവിടെ കിടത്തിയത്. എന്നിട്ട് നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി പോകുന്നത് എവിടേക്കാ? ശരിക്കും മദീന എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് വടക്കോട്ട് സഞ്ചരിക്കേണ്ട ആ ദിശയിലേക്കല്ല മുഹമ്മദ് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നത്. ദിശ തെറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക്. അങ്ങനെയാണ് സൗർ ഗുഹയും അതുപോലും റസൂൽ ആദ്യം പ്ലാൻ ചെയ്തു വെച്ചതാണ്.
എവിടേക്ക് പോകണം, എവിടെ ഇരിക്കണം എന്നുള്ളത്. സൗർ ഗുഹയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് 3 ദിവസം താമസിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാം അവിടെ റെഡിയാക്കി അബൂബക്കർ റളിയല്ലാഹുവിനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടെ കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിൽ അവിടെ അവർ എങ്ങനെ കഴിഞ്ഞുകൂടും 3 ദിവസം അതുവരെ പ്ലാൻ ചെയ്തു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകനെ ഏർപ്പാടാക്കി അബ്ദുല്ലാഹ് ഇബ്നു അബൂബക്കർ. അബ്ദുല്ലാഹ് ഇബ്നു അബൂബക്കറിന്റെ ഉത്തരവാദിത്തം എന്തായിരുന്നു അറിയോ? മക്കയിൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന നീക്കങ്ങൾ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ചലനങ്ങൾ, ആ ഓരോന്നും റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അബ്ദുള്ളയെ ഏൽപ്പിച്ചു. ഈ 3 ദിവസം ഇവിടെ കഴിഞ്ഞു കൂടുമ്പോൾ ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ഉത്തരവാദിത്തം അസ്മ എന്ന് പറയുന്ന വനിതയെ ഏൽപ്പിച്ചു. അബൂബക്കർ മകളെ ഏൽപ്പിച്ചു. അവര് ഇങ്ങനെ ഈ ഗുഹയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അവരുടെ കാൽപ്പാടുകൾ മായ്ക്കാൻ ഒരു ആട്ടിടയനായ ആമിർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഏൽപ്പിച്ചു. ആട്ടിടയൻ അവരിങ്ങോട്ട് കടന്നു വന്നാൽ അയാൾ ആളുകളായിട്ട് അവിടെ വെച്ച് നടക്കും. അപ്പൊ എന്താണുള്ളത് പുറത്തുള്ളവരെ സംബന്ധിച്ച് അറിയില്ല. അപ്പൊ ഇവർ കാൽപ്പാടുകൾ നോക്കി, അന്നത്തെ കാലടികൾ നോക്കി കണ്ടെത്തുന്ന ഭയങ്കര അതിന് അറബികൾ വിദഗ്ധരായിരുന്നു. അപ്പൊ അതുപോലും ഇല്ലാതെയാക്കാൻ, അത് പിടിക്കപ്പെടാതിരിക്കാൻ അതിനു വേണ്ടി ആമിർ എന്ന് പറയുന്ന ഇയാൾ ഏർപ്പാടാക്കി. ഇങ്ങനെ റസൂല് ആ ഗുഹയിൽ കഴിഞ്ഞ സമയത്തുണ്ടായ സംഭവം കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഇതാ ശത്രുക്കൾ നമ്മുടെ അടുത്തെത്തി. അവിടെയാണ് മനുഷ്യന്റെ കഴിവുകൾ അവസാനിക്കുന്ന സമയമാണ്. അത് ശരിക്കും ഗുഹയിൽ അവർ കടന്നിരിക്കുന്നു, അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, തവക്കുലാക്കുന്നു. അവിടെയാണ് അള്ളാഹുവിന്റെ സഹായം തരുന്നത്. ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ, അള്ളാഹ് നമ്മുടെ കൂടെ ദുഃഖിക്കേണ്ടതില്ല. അവിടെ അള്ളാഹുവിന്റെ സഹായം വരുന്നു. റസൂൽ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ സഹായം. ഇവിടെ ശത്രുക്കൾ അതിലൂടെ കടന്നുപോയി. ചരിത്രത്തിൽ കഥയിൽ പലതും പറയാറുണ്ട്. അവിടെ പ്രാവ് മുട്ടയിട്ടിരുന്നു, അതുപോലെ തന്നെ ചെലന്തി വരയുണ്ടാക്കിയിരുന്നു, എന്നൊക്കെ ആണെങ്കിലും ആ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഇവരെ കണ്ടെത്തുന്നതിൽ നിന്ന് അള്ളാഹു അവരെ തടഞ്ഞു എന്നാണ്. ആ നിലയ്ക്കുള്ള ഒരു സംരക്ഷണം അള്ളാഹു ഏർപ്പെടുത്തി. അള്ളാഹുവിന്റെ സഹായം അവിടെ ഉണ്ടാകുന്നു. അപ്പൊ മനുഷ്യ കഴിവ്, മനുഷ്യന്റെ എല്ലാ പ്ലാനിങ്ങുകളും അവസാനിക്കുന്ന സമയം എവിടെയാണോ അവിടെ നമ്മൾ ആരെ തവക്കുലാക്കിയോ ആ അള്ളാഹുവിന്റെ സഹായം തുടങ്ങുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ കഴിവ് അവസാനിക്കുന്നിടത്ത് അള്ളാഹു സഹായിക്കാൻ തുടങ്ങുന്നു. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മൂസാ നബിയും അനുയായികളും ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവസാനം എത്തിപ്പെട്ടത് എവിടെയെന്നറിയാം? ചെങ്കടലിന്റെ മുമ്പിലാണ്. അപ്പോ മൂസാ നബിന്റെ അനുയായികൾ പറയുന്നുണ്ട്, ഇന്നാലെ മുതറക്കുൻ, ഇതാ ഞങ്ങൾ ഇതാ പിടിക്കപ്പെട്ടു മൂസ, നമ്മളിതാ പിടിക്കപ്പെടുകയാണ്, നമ്മള് ഫിറഔനിന്റെ സൈന്യം ഇതാ നമ്മുടെ പിന്നാലെയാണ് ഉള്ളത്. അവരുടെ ആരവവും ആക്രോശവും ഫിറഔന്റെ നേതൃത്വത്തിലാണല്ലോ സൈന്യം വരുന്നത്. ഇതെല്ലാം കൂടി കേട്ടിട്ട് ആകെ ബേജാറായിട്ട് ഇന്നാലെ മുതറക്കുൻ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു അവസരമുണ്ട്. മൂസാ നബി പറയുന്നുണ്ട്, കല്ല ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ, ഇല്ല അങ്ങനെ അല്ല, റബ്ബുണ്ട് എന്റെ കൂടെ, ആ റബ്ബിന് വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞ വചനമുണ്ടല്ലോ. അങ്ങനെ ആ കടലിൽ അടിക്കുകയും മൂസാ നബിയും അനുയായികളും രക്ഷപ്പെടുകയും ഫിറഔൻ മുങ്ങി നശിക്കുകയും ചെയ്യുന്ന സന്ദർഭമുണ്ട്. അതേ ഒരു സന്ദർഭം തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ, ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. മൂസാ നബിയുടെ കാലത്തുണ്ടായിരുന്ന ആ ചരിത്രത്തിന്റെ ഒരു ആവർത്തനം, അള്ളാഹുവിന്റെ കൂടെ. അവിടെയാണ് തവക്കുൽ കടന്നു വരുന്നത്. അപ്പൊ അതുവരെയുള്ള ചെയ്യേണ്ടതെല്ലാം ചെയ്തതിനു ശേഷം ഇനി നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ യാത്ര പോകുന്നത് എങ്ങനെ അറിയാം? സാധാരണ എല്ലാവരും പോകുന്ന രൂപത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവല്ല. ജിദ്ദയുടെ ഓരത്ത് കൂടി ഒരു ഊടുവഴിയിലൂടെ അതും തന്നെ പോകാൻ അതിന് ഏറ്റവും പറ്റിയ ഒരു സഹായിയെ അയാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെത്തുന്നു. ആരായിരുന്നു എന്നറിയാം? അബ്ദുല്ലാഹി ഇബ്നു ഖുറൈഖത്ത് എന്ന് പറയുന്ന മനുഷ്യൻ. വിശ്വാസിയല്ലാത്ത ആ മനുഷ്യനെ 4-ാം ദിവസം ഈ ഗുഹയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി പ്രവാചകൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഫോൺ ചെയ്യലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ആസൂത്രണത്തിന്റെ പിന്നിൽ ചെയ്തതെന്ന് ആലോചിച്ചു നോക്കൂ. ഈ 4-ാം ദിവസം സൗർ ഗുഹയുടെ അടുക്കൽ വന്ന് പ്രവാചകനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ഈ മനുഷ്യൻ ഏറ്റെടുക്കുന്നു. വിശ്വാസിയല്ലാത്ത, ചരിത്രത്തിൽ ചില മുസ്ലിങ്ങൾ, ചില പണ്ഡിതന്മാരെ വിശകലനം ചെയ്യുന്നുണ്ട്, ഇത്ര ഹിജ്റ എന്ന് പറയുന്ന ഇത്ര നിർണായകമായ ഘട്ടത്തില് ഒരു അവിശ്വാസിയുടെ സഹായം തേടുകയോ പ്രവാചകൻ അങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ. തീർച്ചയായും പ്രവാചകൻ അവിശ്വാസിയുടെ സഹായം തേടി. കാരണം ഇയാൾ വിശ്വസ്തനാണ്, മുസ്ലിം ആയിട്ടില്ലെങ്കിൽ പോലും വിശ്വസ്തനാണ്. വിശ്വസ്തനായ ഈ മനുഷ്യന്റെ
അദ്ദേഹത്തിന്റെ സ്കില്ലാണ്, അദ്ദേഹത്തിന്റെ കഴിവാണ് പ്രവാചകൻ ഉപയോഗപ്പെടുത്തിയത് എന്ന്. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് മതത്തിൽപ്പെട്ടവന്റെയും അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവന്റെയും കഴിവുകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് അത് പ്രയോജനപ്പെടുത്തി മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് ഇതിന്റെ വെളിച്ചത്തിൽ തെളിവായി പറയുന്നുണ്ട്. അപ്പൊ വിശ്വസ്തനായ ഈ മനുഷ്യനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തി മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. അവിടെ ചെന്ന് സ്വീകരിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ, ഹിജ്റയുടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ആസൂത്രിതമായി പ്ലാനിങ്ങോട് കൂടി നടത്തിയ ഈ ഹിജ്റയുടെ ഫലകത്തായി 10 വർഷം കഴിഞ്ഞപ്പോ അവിടെ ആകെ മാറി മറിഞ്ഞില്ലേ? 10 വർഷം കഴിഞ്ഞപ്പോ അവിടേക്ക് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടമായി കടന്നു വരാൻ തുടങ്ങിയില്ലേ? കുടുംബങ്ങൾ ഒന്നിച്ച്, ഗോത്രങ്ങൾ ഒന്നിച്ച്, ചില നാടുകൾ ഒന്നിച്ച്. പക്ഷം പറയുന്നുണ്ടല്ലോ, ആളുകൾ ഇതിന്റെ മതത്തിലേക്ക് കൂട്ടമായി കടന്നു വരുന്നു. അപ്പൊ വർദ്ധിക്കപ്പെട്ട പ്രവാചകൻ അവിടുത്തെ അധികാരിയായി മാറുന്നു. ചീത്ത പറയപ്പെട്ട ആളുകളൊക്കെ ഈ അധികാരിയുടെ അനുയായികളായി അവിടെ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങളുള്ളവരായി മാറുന്നു. അങ്ങനെ ആ മക്കയുടെയും മദീനയുടെയും എല്ലാ തരത്തിലുള്ള ആധിപത്യവും പ്രവാചകന്റെ കയ്യിൽ വരുന്നു. ഇത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹിജ്റ നമുക്ക് ഇങ്ങനെ വലിയ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നു എന്ന് മാത്രമല്ല, അമാനത്തിനെ പറ്റിയുള്ള വലിയൊരു പാഠം കൂടി ഇതിന് പിന്നിലുണ്ട്. അമാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചാൽ അത് വളരെ വിശ്വസ്തമായി കൈകാര്യം ചെയ്യണം എന്നുള്ളത്. ചിലപ്പോൾ ഒരു വാക്കായിരിക്കും നമ്മളോട് ആൾക്കാർ പറയുന്നത്, ആരോടും പറയുന്നത് പറയാൻ പാടില്ല. വളരെ അമാനത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ ഈ വിരിപ്പിൽ കിടത്തിയത് മാത്രമല്ല, റസൂലിന്റെ പക്കലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങള്, സമ്പത്ത്, കാശ്, അതെല്ലാം ഓരോന്നായി അലി റളിയല്ലാഹുവിനെ പറഞ്ഞ് ഏൽപ്പിച്ച് അവിടെ ഏർപ്പാടാക്കിയതാണ്. ഇതെല്ലാം കൊടുത്തു വീട്ടിയതിനു ശേഷം മാത്രമാണ് അലി റളിയല്ലാഹു മദീനയിലേക്ക് ഹിജ്റ പോയത്. ഇനി നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന അവിശ്വാസിയായ മനുഷ്യന്റെ അമാനത്ത് നോക്കൂ. ഇപ്പൊ 100 ഒട്ടകം, 100 ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് കിട്ടുന്ന ഏറ്റവും വലിയൊരു പൈസ. അത് വേണമെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന അവിശ്വാസിയായ മനുഷ്യന് ചെറിയൊരു സൂചന കൊടുത്താൽ മതി, ഞാൻ അവരെ കൊണ്ടുപോകട്ടോ എന്ന് ചെറിയൊരു സൂചന കൊടുത്താൽ മതി, അയാൾക്ക് വാങ്ങാമായിരുന്നു. പക്ഷെ അവിശ്വാസിയായിട്ട് പോലും ആ മനുഷ്യൻ റസൂലിൽ ഏൽപ്പിച്ച അമാനത്തുണ്ടല്ലോ വളരെ കൃത്യമായി നിർവഹിച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അഹ്ലി കിതാബിന്റെ കൂട്ടത്തിലും ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ട് എന്ന്. അപ്പൊ വിശ്വസ്തത എന്നുള്ളത് വലിയൊരു സ്വത്തായി അത് ഹിജ്റയുടെ പശ്ചാത്തലത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇതിൽ മാത്രമല്ല, ദീനിന്റെ ഏതേത് കാര്യം പറഞ്ഞപ്പോഴും, ഇപ്പൊ യുദ്ധരംഗം മുതൽ അടുക്കള വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെയൊക്കെ ഒരു വിശ്വാസി ഇങ്ങനെ ആസൂത്രണവും പ്ലാനിങ്ങും ഉള്ളവരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തെ പറ്റി പറഞ്ഞിട്ട് നോക്കൂ, സ്ത്രീകളോട് പറഞ്ഞ കാര്യമാണ്, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്നവരോട് പറയണം, കീലു ത്വാമക്കും, നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ അത് അളന്നെടുക്കണം. അവിടെ ആസൂത്രണമാണ്. വെറുതെ കുറെ ഭക്ഷണം പാകം ചെയ്യുന്നു, കുറെ വേസ്റ്റ് ആക്കുന്നു, അങ്ങനെ ഉണ്ടാകരുന്നൊരു വിശ്വാസി. അയാൾ എല്ലാത്തിനും ഒരു കൃത്യതയും ആസൂത്രണവും ഒക്കെ ഉള്ള ആളായിരിക്കണം. നിങ്ങൾ വീട് വാതിലടക്കണം, അതേപോലെ തന്നെ പാത്രം അടച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യങ്ങൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൃത്യമായ പ്ലാനിങ് വേണം എല്ലാ കാര്യത്തിനും വേണ്ടി പഠിപ്പിച്ചതായി കാണുന്നുണ്ട്. ഇങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യം അവിടെയാണ് അള്ളാഹു തവക്കുലാക്കേണ്ടത്. അല്ലാതെ നിഷ്ക്രിയത്വമല്ല തവക്കുൽ എന്ന് പറഞ്ഞാൽ. യമനിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരെ അവരിങ്ങനെ ഹജ്ജിന് ഇങ്ങനെ വരികയാണ്, മക്കയിലേക്ക് ഹജ്ജിന് വരികയാണ്. ഒന്നുമില്ല, ഒരു കയ്യോടെ വരുന്നത്. എന്താ കാര്യം ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളൊക്കെ പടച്ചോനെ തവക്കുലാക്കിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ പടച്ചോനെ തവക്കുലാക്കി വരികയാണ്. എന്നിട്ട് അവർ മക്കയിൽ വന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആൾക്കാരോട് ഇങ്ങനെ തെണ്ടി നടന്ന് ആൾക്കാരോട് യാചിച്ച് എന്നിട്ട് അവർ ഭക്ഷണ സാധനങ്ങൾ സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, നിങ്ങൾ ഹജ്ജിന് പുറപ്പെടുമ്പോൾ നിങ്ങൾ പാഥേയം കണക്കാക്കേണ്ടതുണ്ട്, യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തേണ്ടതുണ്ട്. ഏറ്റവും നല്ല ഒരുക്കം എന്ന് പറഞ്ഞാൽ തഖ്വ തന്നെയാണ് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ഇത് പറഞ്ഞിട്ട് ആയത്തിറങ്ങാനുള്ള കാരണം അതാണ്. അങ്ങനെ വെറും കയ്യോടെ വന്നിട്ട് എല്ലാം പടച്ചോനെ തവക്കുലാക്കി എന്ന് പറയുന്നത് ശരിയല്ലായിരുന്നു. അപ്പോ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പ്രവർത്തിക്കാനുള്ളതൊക്കെ പ്രവർത്തിച്ച് ബാക്കിയുള്ളത് അള്ളാഹു തവക്കുലാക്കുമ്പോൾ അള്ളാഹു സഹായിക്കും
എന്നൊരു പ്രതീക്ഷ കൂടി ഈ ഹിജാബ് നമുക്ക് നൽകുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെല്ലാം ദുർഘടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ബാക്കി അള്ളാഹുവിൽ അർപ്പിക്കുക. അള്ളാഹു സഹായിക്കുമെന്നാണ് ഈ സംഭവങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ആ നിലയ്ക്ക് വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും തവക്കുള്ളവരായി തീരുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ഉളു എടുക്കുന്ന കാര്യം, അതിന്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ മുൻപത്തെ ആഴ്ചകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉളു ഇല്ലാത്ത അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയാറുള്ളത്. അത് ഉളു എടുക്കുന്നതോടുകൂടി അവൻ ശുദ്ധിയായി. എന്നാൽ കുളിക്കേണ്ട അവസ്ഥ വരുന്ന അത്തരം അശുദ്ധിക്കാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത്. അതായത് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഉണ്ടാവുക, സ്ഖലനം സംഭവിക്കുക, സ്ത്രീകളാണെങ്കിൽ ആർത്തവം പ്രസവം പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെയാണ് വലിയ അശുദ്ധിയായി കണക്കാക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഉളു എടുക്കാൻ പോരാ, കുളിക്കണം എന്നുള്ളതാണ് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി. കുളിക്കേണ്ട രൂപം ഹദീസുകളിലൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓർമ്മക്ക് വേണ്ടി ആ ഹദീസ് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം. ആയിഷ റളിയല്ലാഹു അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഉത്തസല മിനൽ ജനാബ, വലിയ അശുദ്ധി ഉണ്ടായി കുളിക്കുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദഅ ഫഗസല യദൈഹി, തുടക്കത്തിൽ റസൂൽ ചെയ്തിരുന്നത് രണ്ട് കയ്യും കഴുകലായിരുന്നു. തുടങ്ങി എണീറ്റതാണെങ്കിൽ റസൂൽ ആദ്യം ചെയ്തിരുന്നത് രണ്ട് കയ്യും കഴുകും. എന്നിട്ട് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും ഫഗസല ഫർജഹു, എന്നിട്ട് ഗുഹ്യസ്ഥാനം, അപ്പൊ മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞ് ഗുഹ്യസ്ഥാനമൊക്കെ കഴുകി അപ്പൊ അഴുക്കുകളെല്ലാം നീക്കിയതിനു ശേഷം സുമ്മ തവല്ലഅ, അപ്പൊ കൈ കഴുകി അങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം സുമ്മ യതവല്ലഉ കമാ യതവല്ലഉ ലിസ്സലാത്ത്, പിന്നെ സാധാരണ നമസ്കാരത്തിന് ഉളു എടുക്കുന്ന രൂപത്തിൽ ഉളു എടുക്കും. സുമ്മ യുദ്ഖിലു അസ്വാബിഅഹു ഫിൽ മാഇ ഫയുഖല്ലിലു ഉസൂല ശഅരിഹി, എന്നിട്ട് വെള്ളത്തിൽ കൈമുക്കിയിട്ട് തന്റെ മുടിക്കടയിൽ ആ വെള്ളം എല്ലാം ഇങ്ങനെ എത്തിക്കുന്ന രൂപത്തിൽ മുടിയിലൊക്കെ ഇങ്ങനെ വെള്ളം ആക്കും. മുടിയിൽ ചിക്ക വെറ്റും എന്നാണ് പറയാറുള്ളത്. അപ്പൊ മുടിയുടെ ഉള്ളിലേക്ക് വെള്ളം ഇത്രയും മുടി തിങ്ങിയ രൂപത്തിലായതുകൊണ്ട് റസൂൽ അങ്ങനെ ചെയ്തിരുന്നു. ചില ഹദീസുകളിൽ ഈ ഭാഗം കാണുന്നില്ല. റസൂലിന്റെ ചില സന്ദർഭങ്ങളിലായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാകുക. അതായത് മുടിയിലേക്ക് വെള്ളം എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. സുമ്മ യുസബ്ബു അലാ റഅസിഹി, പിന്നെ തലക്ക് മീതെ വെള്ളം ഒഴിക്കും. സലാസ ഉറഫി, മൂന്ന് തവണ തലയിൽ വെള്ളം ഒഴിക്കും. സുമ്മ യുഫീദുൽ മാഅ അലാ ജിൽദിഹി കുല്ലിഹി, പിന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളം അദ്ദേഹം ഒഴിക്കുമായിരുന്നു. ഇങ്ങനെയായിരുന്നു കുളിച്ചിരുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഉളുവോട് തുടങ്ങുക എന്നുള്ളത്. മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞതിന് ശേഷം ഉളു എടുത്തുകൊണ്ടായിരിക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാൻ. അങ്ങനെയാണ് മാതൃക കാണിച്ചത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം ഉളു എടുക്കുക, പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉളു എടുക്കേണ്ടതില്ല. ചില ഹദീസിൽ ഇങ്ങനെയുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുത്തിരുന്നു, കാല് കഴുകിയിരുന്നില്ല. പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം പിന്നെ കാല് കഴുകുകയും ചെയ്തിരുന്നു. അപ്പൊ കാല് കഴുകാൻ അല്ലാത്ത എല്ലാ ഭാഗങ്ങളും ഉളുവിന്റെ ഭാഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് കഴുകുക. പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം പിന്നെ കാലിന് വേർത്ത് കഴുകിയിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഏതായാലും ഇതാണ് കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിന്റെ ഒരു കൃത്യമായ രൂപം നമുക്ക് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് ഒന്നുകൊണ്ട് തുടങ്ങുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് റസൂലിന്റെ സുന്നത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അങ്ങനെ തന്നെ ശീലിക്കേണ്ടതാണ്. സാധാരണ കുളിക്കുമ്പോഴാണ് നല്ലത് എന്ന് മാത്രമല്ല, ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ പെട്ടെന്ന് ചെന്നിട്ടാണ് ബാത്റൂമിലേക്ക് കയറി ഷവറിട്ട് തലയിലേക്ക് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാലും തെളിയിക്കപ്പെട്ടില്ലെങ്കിലും റസൂലിന്റെ ഒരു സുന്നത്ത് എന്നുള്ള നിലക്ക് അപ്പൊ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ എങ്ങനെ കളക്കും ഈ നനവൊക്കെ എത്തിയതിനു ശേഷം പിന്നീട് കുളിക്കുന്ന ആ രീതിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇത് സാധാരണ സുന്നത്തായി കുളിപ്പ ജുമാക്ക് വരുമ്പോൾ കുളിക്കേണ്ടതുണ്ട്. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആരെങ്കിലും മയ്യത്ത് കുളിപ്പിച്ചാൽ ആ കുളിപ്പിച്ചവൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അത്തരം സന്ദർഭങ്ങളിലും ഒക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ് ഈ കുളിയുടെ ഈ രൂപം. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ കൃത്യത ഉറപ്പുവരുത്തുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളും പോരായ്മകളും കുറ്റങ്ങളും ഒക്കെ അള്ളാഹു പുറത്തു നോക്കാൻ തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ സ്വാലിഹായ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമുക്കിടയിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ അവർക്കൊക്കെ അള്ളാഹു എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും നമുക്ക് മുമ്പേ ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവരുടെ ഏറ്റവും ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.